ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ രീതിയിൽ താരിഫ് ഉയർത്താൻ ഒരുങ്ങി അമേരിക്ക. അതിനുള്ള ബില്ല് US സെനറ്റ് പാസ്സാക്കിയിരിക്കുന്നു. 11 വോട്ടുകൾക്ക് എതിരെ 86 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾക്ക് മേൽ 100% താരിഫ് ചുമത്താനാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യ, ചൈന, അസർബൈജാൻ, ഹംഗറി, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് 100% താരിഫ് ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഇതോടുകൂടി തന്നെ ഈ അമേരിക്ക ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചകളും വഴിമുട്ടും എന്നുള്ള വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ താരിഫ് ചുമത്തുകയാണെങ്കിൽ ഈ ചർച്ചകൾ മുൻപോട്ട് പോകാൻ സാധിക്കില്ലാത്ത ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വീണ്ടും വെളിവായിരിക്കുകയാണ്. 15% താഴെ റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകവും എണ്ണയും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് താരിഫ് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് മിക്കതും ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെയാണ് അത്തരത്തിൽ വാങ്ങുന്നത്. ഏതായാലും ഇന്ത്യ എക്കാലവും പറയുന്നത് അങ്ങനെയാണ്, 2 കൂട്ടർക്ക് 2 നിയമം പാടില്ല, ഏതെങ്കിലും ഒരു നിയമമേ പാടുള്ളൂ. നിങ്ങളുടെ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് യഥേഷ്ടം എണ്ണയും വാതകവും ഒക്കെ വാങ്ങുന്നു. ഞങ്ങളെപ്പോലെ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയാത്ത രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ മാത്രം താരിഫ് ചുമത്തുന്നത് ശരിയായ രീതിയല്ല എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയുള്ള താരിഫിലും കാര്യങ്ങളിലും വലിയതായി തല പുകയ്ക്കുന്നില്ല. കാരണം ഓൾറെഡി തന്നെ താരിഫും അതിന്റെ ബഹളങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ പുതിയ വ്യാപാര കരാർ വന്നെങ്കിൽ മാത്രമാണ് പുതിയ ഒരു ബിസിനസ് ബന്ധം കൂടുതൽ ദൃഢമാവുകയുള്ളൂ. നിലവിൽ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ല. പക്ഷേ എന്നാൽ വ്യാപാര കരാർ അതിന്റെ അവസാന ഘട്ടത്തിലുമാണ്. ആ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ട്രംപ് താരിഫ് ചുമത്താനുള്ള തീരുമാനവും എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയെ അതിൽ നിന്ന് ഒഴിവാക്കുമോ അതോ ചൈനയെ ഒഴിവാക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും പ്രഖ്യാപനം വന്നിട്ടില്ല. സെനറ്റ് ഈ ബില്ല് പാസ്സാക്കിയിട്ടേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.